ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ രമ MLA പറഞ്ഞു. ശിക്ഷിക്കപ്പെട്ട രണ്ട് പ്രതികളുടെ വെറുതെ വിട്ട കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ പ്രതിനിധി രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയുടെ അപ്പീലിന്മേലുള്ള ഹൈക്കോടതിയുടെ വിധി എത്തിയിരിക്കുകയാണ്. 10 പ്രതികളുടെ ശിക്ഷ ശരിവെച്ചതൊപ്പം തന്നെ 2 പേരെ കൂടി പ്രതി ചേർക്കുകയും ചെയ്തു. അവരെ വെറുതെ വിട്ട 2 പ്രതികളെ കൂടി പ്രതി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ രമ MLA തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ കേസിൻ്റെ വിധി വന്നിരിക്കുന്നു. എത്രത്തോളം സന്തോഷമുണ്ട്? വലിയൊരു പോരാട്ടമാണ്, 12 വർഷം നീണ്ടു നിന്ന ഒരു പോരാട്ടം തന്നെയാണ്. സന്തോഷവും ആശ്വാസവുമുണ്ട്. കാരണം ചന്ദ്രശേഖരൻ ഒരു സത്യം ആണ് എന്നത് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ചന്ദ്രശേഖരനെ കൊല ചെയ്തത് ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ്, രാഷ്ട്രീയം ഒരു നിലപാടെടുത്തതിൻ്റെ പേരിലാണ്. ചന്ദ്രശേഖരൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല, ചന്ദ്രശേഖരൻ ഒരു പെറ്റി കേസ് പോലുമില്ല. എന്നിട്ടും എന്തിന് ചന്ദ്രശേഖരനെ കൊന്നു? എന്തിനാണ്? ആ രാഷ്ട്രീയ നിലപാടിന് എടുത്തതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ്റെ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പോരാട്ടമാണ് ഈ 12 വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ വിചാരണ കോടതിയിൽ ഒരു വിധിയുണ്ടായി, അത് അപ്പീൽ കോടതി ശരിവെച്ചു. കൂടാതെ 2 പേരെ CPMന്റെ പ്രധാനപ്പെട്ട 2 പേരെ കൂടി അഡീഷണലായി ചേർത്തു. അതാണ് ഈ കേസിന്റെ വിജയം. ഈ കൊലയാളികൾ അവർ ടൂളുകളാണ്. CPM നേതൃത്വം പറഞ്ഞ ടൂളുകളാണ് ഈ 7 കൊലയാളികൾ. അവർ ആര് പറഞ്ഞാലും കൊല നടത്തും. പക്ഷേ അതിലപ്പുറത്തേക്ക് ഇതിൻ്റെ ഗൂഢാലോചന, ഈ CPM നേതൃത്വത്തിൻ്റെ പങ്ക് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ, ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, ഞങ്ങൾക്ക് പങ്കില്ല, കുലംകുത്തിയാണ് എന്നതാണ് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷവും പിണറായി വിജയൻ പറഞ്ഞത്. ചന്ദ്രശേഖരൻ കുലംകുത്തിയല്ല എന്നതാണ് ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രശേഖരൻ കുലംകുത്തിയല്ല, ചന്ദ്രശേഖരൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്, സത്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ടാണ് ഈ വിധി ഇങ്ങനെ വന്നിരിക്കുന്നത്. അതെ, അതിലൊന്നും ഒരു തർക്കവുമില്ല. കാരണം ഏരിയയിലെ പ്രധാനപ്പെട്ട നേതൃത്വം ആലോചിച്ച് ഒരു സംഗതി ചെയ്യുമ്പോൾ അതിന് ജില്ലാ നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ ഏരിയ നേതൃത്വം ചെയ്യാൻ സാധിക്കില്ല. ഈ CPMന്റെ പാർട്ടി സംവിധാനം അറിയുന്ന ഏതൊരു കുട്ടിക്കും അതറിയാം. അതുകൊണ്ട് ആ ജില്ലാ നേതൃത്വത്തിന് അങ്ങനെ ഒരു സമ്മതം കൊടുക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവുണ്ടാവും. അപ്പോൾ ഈ പാർട്ടി ലീഡർഷിപ്പിന്റെ പങ്ക് വളരെ വ്യക്തമാണ് ഈ കേസിൽ. അത് പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് മുകളിലേക്കുള്ള മാസ്റ്റർ ബ്രെയിൻ, അതിലേക്ക് കൂടി കേസെത്തണം. അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടം ഇനിയും നടത്തും. രണ്ടുപേരെ വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ 2 പേരും പാർട്ടി നേതൃത്വത്തിൽ തന്നെ ഉള്ള ആളുകളാണ്. അവരിൽ നിന്നും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഈ അന്വേഷണം വ്യാപിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ കേസ് പോകേണ്ടതുണ്ട്, അവരുടെ പങ്ക് സംബന്ധിച്ച് എത്തേണ്ടതുണ്ട് എന്നാണ്. അതെ, തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. അത് ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്. താഴെത്തട്ടിലുള്ള ആളുകൾ മാത്രം ആലോചിച്ച് ഇതുപോലെ ഒരു കൃത്യമൊന്നും ചെയ്യില്ല. ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളെ കൊല ചെയ്യണമെങ്കിൽ അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തത്. ആ മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുത്തവരാരാണ്? അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കോടതി ഇതൊരു 5 മാസത്തെ തുടർച്ചയായ ഒരു കൂടിയാണ് ഇതിലേക്ക് എത്തി നിൽക്കുന്നത്. അതെ, കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ നല്ല നിരീക്ഷണങ്ങളാണ് ഈ കേസിൽ നടത്തിയത്. വളരെ ക്ഷമയോടുകൂടി 5 മാസം ഈ കേസ് കേട്ടു എന്ന് പറഞ്ഞാൽ, അതും രാത്രി വരെ നീളുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഞാൻ മിക്ക ദിവസവും ഈ കോടതിയിൽ വാദം കേൾക്കാൻ എത്തിയിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കോടതി സശ്രദ്ധം നിരീക്ഷിച്ച ഒരു കേസാണ്, പഠിച്ച ഒരു കേസാണ്. അതുകൊണ്ടാണ് സത്യം അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അതിൻ്റെ തെളിവുകൾ അവർക്ക് കിട്ടിയതുകൊണ്ടാണ്. തെളിവില്ലാതെ സത്യം ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രം ജഡ്ജിമാർക്ക് വിധി എഴുതാൻ സാധിക്കില്ല. പക്ഷേ ജഡ്ജിമാർ വിധി എഴുതിയത് ആ തെളിവുകളുടെ അവർക്ക് ബോധ്യപ്പെട്ടു. ആ തെളിവുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. അതും കൂടിയാണ് ഈ കേസിൻ്റെ വിജയം. ശക്തമായ പ്രോസിക്യൂഷൻ. അത് അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടി, അഡ്വക്കേറ്റ് എസ് രാജീവ്, അഡ്വക്കേറ്റ് സഫൽ, ഈ 3 പേർ. അഡ്വക്കേറ്റ് കുമാരൻകുട്ടി ആയിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ടീം നല്ലൊരു വർക്കാണ് ഇതിനകത്ത് നടത്തിയത്. രാപ്പകലില്ലാത്ത അധ്വാനത്തിൻ്റെ ഒരു ഫലവും കൂടിയാണ് ഈ കേസ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ളവർ കൂടി ഈ കേസിലേക്ക് ഇൻവോൾവ് ആവണം. അതിനുള്ള പോരാട്ടം ഇനിയും നടത്തും. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരുടെ പങ്കുണ്ട്. ആ പങ്കിലേക്ക് കൂടി അവർക്ക് കൂടി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് തൻ്റെ പോരാട്ടം ഇനിയും തുടരുക തന്നെ ചെയ്യും എന്നാണ് കെ രമ MLA വ്യക്തമാക്കുന്നത്.